എക്സ് ആയത് ഇതിനെ കേട്ടിട്ട് മിണ്ടാതിരിക്കുവാണെങ്കിൽ ചണ്ടിന്റെ മുണ്ണ മൂപ്പൻ വണ്ടിത്തലയൻ എന്നെ അവള് ബുദ്ധിരക്കണെങ്കിലേ അവളെ മുട്ടുകാരി ചവിട്ടി ഓടിക്കുമല്ലോ ഞാൻ. ഞാൻ കണ്ടുപിടിച്ചേ. എടിയാ വരക്ക കണ്ടപ്പോ നിനക്ക് മനസ്സിലല്ലേ ഇത് എന്റെ വണ്ടിയാന്ന്? അതാ കണ്ടുപിടിച്ചേ. വണ്ടി നിറങ്ങ്. ആ ശശിക്കൊക്കെ അതെ 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 ഓടിക്കണമെങ്കിലേ 5 കോടിയാണ് 5 കോടിയാണ്. കുഴപ്പമില്ല, എനിക്ക് എന്താടി പറഞ്ഞ പള്ളി എടുക്കട്ടെ നീ എടുത്തു നോക്ക്. നീ അയ്യോന്ന് പറയാൻ നീ ഓടിച്ചോലില്ലേ? ആവശ്യമില്ലാത്ത റിയാക്ഷൻ ഇടല്ലേ, കേട്ടല്ലേ? ഫേക്ക് റിയാക്ഷൻസ് എന്തൊരു അപരാധോടെ നീ കാണിക്കുന്ന ഈ വണ്ടി വെച്ചിട്ട്. ഒരുത്തനെ കൊന്നടി ഇടി മഹാഭാവി. ഒന്നറിഞ്ഞല്ലേടി നീ ഒരുത്തനെ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. എടാ നീ ഒന്ന് വണ്ടിയൊക്കെ പിടിച്ചൊന്ന് ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വാട്ടെ. വണ്ടിക്ക് ഭയങ്കര സ്പീഡായിരുന്നു. അതോ അയാളെ രക്ഷിക്കാനേ നീ തന്നെ വരണോന്ന്? നീ അലീന എന്നോടല്ല എനിക്ക് അറിയില്ലല്ലോ. അലീന 1 കോടി അലീന 1 കോടി കൊടുക്ക്. 1 കോടി കൊടുക്ക്. കാരണം 1 കോടി ആവും ആളപ്പൊക്കെ. ബാക്കി എന്തോ ചില്ലറ വേണോ? ഞാൻ കയ്യിൽ നിന്നിട്ടോളാം. 1 കോടി എന്നാ ഞാൻ കൊണ്ടുപോവാ. എടാ ഇന്നപ്പോഴാ വാറപ്പഴാ? ഇല്ല ഒന്നും പറഞ്ഞില്ല. ഉണ്ടാവോ? വന്നില്ല. അല്ല നീ പോയാലും അവൻ പോയാലും 1 കോടിയാവും. ഒരാളപ്പൊക്കെ 1 കോടി രൂപയാവും. പൈസ ഒരു കോടി ഇല്ല, 1 കോടി പ്രശ്നമില്ല. എനിക്കിവിടെ പമ്പൊക്കെ ഉണ്ടായി. നോക്കണേ. നമ്മളെ പമ്പല്ലേ ചന്ദ്രത്? നിങ്ങളെ പമ്പ് ചന്ദ്രന്റെ പമ്പ് അല്ല എന്റെ പമ്പ്. ബ്രോ എത്ര? 1 കോടിയാണോ 10 കോടിയാണോ ബ്രോ? 1 കോടി. 10 കോടി. 10 കോടി എത്ര പൂജ ഉണ്ടെന്ന് അറിയാം എനക്ക്? അറിയാം. 10 കോടി ബ്രോ നമ്പർ 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം കോടി. എന്റെ ഫോണിൽ നമ്പർ ഇല്ല ബ്രോ, ഞാൻ പിന്നെ തന്നാ മതിയോ? 10 കോടി എത്ര പൂജ ഉണ്ടെന്ന് പറഞ്ഞേ? ആളെ പിന്നെ പൊക്കിയാ മതിയോ? 8 അല്ലേ? സോറി 7 അല്ല 8 8 ആണ്. കണ്ണാടി ഇടിച്ചിട്ടാണ്ടല്ലേ സോം മാറും. കുടുംബ പ്രശ്നമൊക്കെ പിന്നെ 1 കോടി. 1 കോടി. എടി കാശ് കൊടു ആൾക്കാരെ ഇടിച്ച് കൊന്നിട്ട് പൈസ എടുത്തിട്ട് വരാവേ. ചന്ദ്രൻ ഇവിടെ നിക്കണേ. ഈ വണ്ടി എന്താണേ? നിന്റെ തന്ത എല്ലടി എന്റെ തന്ത, മനസ്സിലായില്ലേ? അതെങ്ങനെ ശരിയാവും? ഡെഡ് ബോഡി പുഴുവരിച്ചു തുടങ്ങി. ഒരു കാര്യം ചെയ്യ്, വാ. കാശ് കൊണ്ടുപോയി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്നു. അല്ലേ കാശ് കൊടു. അല്ലെങ്കിൽ ഒരുമാതിരി ചെറ്റത്തരം കാണിക്കല്ലേ നമ്മള്. എടി അതെ കയ്യിലൊരു 500 കോടി കൂടി 100 കോടി കൂടി ആക്കിയാലേ. ഞാനേ കുറച്ച് ഗണ്ണിരിക്കുന്നത് വിൽക്കാൻ സമയമായി. പയ്യനെ വിളിക്കട്ടെ. പേരെന്തായിരുന്നു? വണ്ടി ഈ
ഞാൻ എക്സ് ആയല്ലേ ശശി താങ്ക് യു കേട്ടോ താങ്ക് യു പറഞ്ഞേ ചന്ദ്രൻ എന്താ മൂഡ് ഓഫ് പോലെ എനിക്കൊരു മൂഡ് ഓഫ് പൈസ എടുക്കട്ടെ പൈസ എനിക്ക് വയ്യ guys. തലവേദന അല്ല ജലദോഷം അല്ല ദേഹവേദന പനി എടി നീ പൈസ എടുത്ത് ഇങ്ങനെങ്ങാനും കഴിയോ ഒന്ന് പോയി നോക്കിട്ട് അവൻ പൊങ്ങിയോന്ന് പണ്ടേ വയ്യാതിരുന്ന ദിവസം ഞാൻ അവിടെ അലച്ചിട്ട് എനിക്ക് അടുത്ത ദിവസം തല വെക്കാൻ പറ്റാത്തൊരു ഈനായിരുന്നു ഓർമ്മയുണ്ട അതുപോലെ ആവാൻ എനിക്ക് വയ്യ കാശുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തൂടെ ഹെൽപ്പ് ചെയ്തൂടെ എടി കാശില്ല 5 പൈസ ഇല്ല 66 ലക്ഷം ഉള്ളു 66 ലക്ഷം അത് കൊടുത്താ പോരെ അത് പൊട്ടൂല ഞാൻ നോക്കിയതാ പൊട്ടുന്നുണ്ടാവും ഇത് 2 സീറ്ററാ കളിക്കലടി കേട്ടാ ശശി ഉണ്ടല്ലേ എനിക്കൊന്ന് അയ്യോ സോറി ഇതാണ് എനിക്ക് സംഭവിച്ചത് അത് അവിടെ ഒരു നെറ്റ് കിടപ്പുണ്ട് അത് നെറ്റിന്റെ ബഗ്ഗാടിയത് ഇത് ഞാൻ എങ്ങനെ അവരടുത്ത് പറയും അല്ല, ഇതാണ് എനിക്ക് സംഭവിച്ചത് നെറ്റ് തറയില് ഇനി പൈസ ഇല്ല അവന് കൊടുക്കാൻ ഇതേപോലെ ഇപ്പൊ മറ്റേ അതേപോലെ അതെ ഹലോ ഇത് വണ്ടിയുടെ പ്രശ്നം വലിച്ചോ ചന്ദ്ര കൊടുത്തോ പൈസ ഇറങ്ങി ആ പൈസ ബ്രോ 50 ലക്ഷം തരാൻ ബ്രോ 1 കോടിയൊക്കെ ഭയങ്കര കൂടുതലാ പിന്നെ ഒരു മനുഷ്യന്റെ ജീവൻ വെച്ച് കളിക്കല്ലേ അലീന അതിന്റെ താഴേക്ക് ഇറങ്ങാൻ പറ്റും എന്താ 90 ലക്ഷം ബ്രോ 80 85 ബ്രോ എന്റെ പേര് ചന്ദ്രൻ മച്ചന്റെ പേര് 75 എന്താ 80 പറഞ്ഞിട്ട് പിന്നെയും താഴേക്കാണോ സുബേഷാ ബ്രോ അതി കൂടുതൽ പറ്റത്തില്ല ബ്രോ 75 രമേശ എന്താ പരിപാടി എന്നാ 70 ഓക്കേ ഇതെന്തരിത് എവന്റെ കൂട്ടുകാരനാണ് ഈ മരിച്ചാളെ കൂട്ടുകാരനാണ് ഇല്ലല്ല പരിചയമില്ല 75 ഞാൻ തന്നെ വണ്ടിയുടെ പോയിട്ട് ആളെ കൊല്ലല്ല നമ്മളെ ഒരു അത്യാവശ്യ സ്ഥലത്തിന് ഇവളുടെ അമ്മുമ്മക്ക് വായുകുളിയെ വാങ്ങിക്കാൻ പോയത് എന്റെ അടുത്തിരിക്കുന്ന അവളെ ഇല്ലല്ലോ ഓക്കെ ആ വണ്ടി ഇടിച്ചാൽ കളഞ്ഞാലാ ഞാൻ എപ്പോഴും എക്സ് ആയത് ഹലോ ഹലോ പെട്ടെന്ന് പറഞ്ഞ ഹലോ അലീന ഒറ്റ സെക്കൻഡ് ഇതിനെ കേട്ടിട്ട് മിണ്ടാതിരിക്കുവാണെങ്കിൽ ചന്ദ്ര മുണ്ണ മൂപ്പൻ അടിത്തലയൻ ഹലോ എടി പറ ഞാൻ എപ്പോഴാ എക്സ് ആയത് തന്നെ ഇവിടെ പുറത്തൊരു സൂപ്പർ സെറ്റ് വായിക്കുക ഞാൻ പറഞ്ഞു എക്സാ എന്ത് ഈ എക്സാ ഞാൻ എപ്പോഴും ഞാനാ ഞാൻ കോലീഡർ എക്സ് കോലീഡർ അല്ല കോലീഡർ തന്നെയാണ് ഇപ്പൊ അല്ല ഞാൻ നീ ഞാനെപ്പോ നീ ബെല്ലറിന്റെ കോലീഡർ ആയിരുന്നില്ലേ ചന്ദ്ര ഇത് ഗ്യാങ് എങ്ങനെ കേറി വന്നു ഇതിന്റെ ഇടയില് ഞാൻ എങ്ങനെ എക്സ് ആയി ഈ എക്സ് എനിക്ക് എങ്ങനെ അറിയാടി എന്ത് പറയുന്നേ ചന്ദ്ര സൂര്യബോസിനെ നിങ്ങൾ എവിടുന്ന എടുത്തേ സൂര്യബോസിനെ എനിക്ക് എടുത്തേന്നല്ല അവൻ വന്നതാണ് എവിടെന്നോ ഒന്നുമില്ല ചവണ ഈശ്വര ഒരു മനുഷ്യൻ ചാവൂല ഒരു മനുഷ്യൻ ഏതെങ്കിലും ഗ്യാങ് വണ്ടിയുടെ എടുത്ത് നിർത്തോ വെല്ലുവിളിക്കാനാ കേട്ടാ മാനം പോയേ നൈസായിട്ട് തള്ളി തരാവോ വേണ്ട നീ നമ്മ വണ്ടി ഓടി പഠിപ്പിക്കല്ലേ ഹലോ കൂട്ടുകാരാ ബാബുവിന്റെ അപരനത് അതറിഞ്ഞൂടെ ബാബുവിന്റെ അപരൻ കറക്റ്റ് ബാബു
ആണ് ബാബുന്റെ അനിയനെന്നാ പറഞ്ഞ നടക്കണ തെറ്റില്. ഒന്ന് പോയി ഒന്ന് സംസാരിച്ച് ആ കറക്റ്റ് ഡ്രസ് അല്ലാണ്ട് ഇപ്പൊ നോക്കിയോ. ഹലോ ബാബുന്റെ അനിയാ, ബാബുന്റെ അനിയാ. ഹലോ എന്താ പരിപാടി? എന്റെ മോനെ വണ്ടിന്റെ വണ്ടി വിഷയം വണ്ടിയുടെ എങ്ങനെയുണ്ട്? നൈസല്ലേ? ഓ നൈറ്റ് വണ്ടി എന്റെ മോനെ ചമ്മി ചമ്മി നമ്മളെ കൊണ്ടുപോകും ചന്ദ്ര. എടാ നിങ്ങളെ കൊണ്ട് നിങ്ങൾ കയറണാ? നിങ്ങൾ ഓടിക്കണ? ഓടിച്ചോ ബാക്കിയിരിക്ക. കുട്ടി ഒന്ന് നീങ്ങിരിക്കണേ. അവിടെ ഓൾറെഡി ആളുണ്ട്. ആ നീ ഇവിടെ നില്ലേ, നമ്മള് പോയിട്ട് ഏട്ടൻ പട്ടി. നിങ്ങൾ പോട്ടെ. ഓടിച്ചില്ല അല്ലിന്ന് കയറിക്കോ. എടാ അല്ലെങ്കിൽ അല്ല നിങ്ങൾ കയറിക്കോ. നിങ്ങളാരെങ്കിലും കയറിക്കോ. നിങ്ങൾ വണ്ടി ഇങ്ങോട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ വരത്തില്ലേ ഓടിച്ചിട്ട്? പോട്ടോ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. പോട്ടോ. എടാ ബാബു തന്നെയാ ഫുഡൊക്കെ കഴിച്ചാ? എന്താ ജീവിതമൊക്കെ എങ്ങനെ പോണ്? എന്താ ബാബുവിന്റെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ആക്രയൊക്കെ പറക്കി നടക്കാനുള്ള ഒരിതാണോ ബാബുവിന്റെ അനിയൻ? പിന്നെ എന്ത് ചെയ്യൂടെ, ജോബൊന്നുമില്ല, വെറുതെ കറങ്ങി ഇതുപോലെയൊക്കെ നടക്കുന്നു. അലീന വന്നേ. എടി കറക്റ്റ് ബാബുല്ലേ? നിന്റെ പറട്ട സ്കൂളിൽ ജോലി പറഞ്ഞാൽ നല്ലത് അവനെ കൊന്ന് കണ്ടി അറിയുന്നതാണ്. എടി ഞാൻ കാര്യം ചോദിക്കട്ടാ, കറക്റ്റ് ബാബു അല്ലേ? സെയിം സൗണ്ട് അല്ലേ? ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ ബാബുവിന്റെ ഒരു ആ ഒരു ഇതുണ്ടല്ലോ, അതുണ്ടല്ലേ? സംഭവം എന്തെന്നോ വാറിന് വിളിക്കാതിരിക്കാൻ വേണ്ടിട്ട് വേറെ ക്യാരക്ടറിൽ നടക്കുക. ഇല്ല അവനെ എന്തായാലും ആ കാരണം കൊണ്ട് എന്തായാലും അവനല്ലെങ്കിൽ വാറിന് എടുക്കത്തില്ല നമ്മള്. അവന് കണ്ടുപിടിക്കുമ്പോ കൈ വറയ്ക്കവൻ. ഇനി അടുത്ത് ആൾക്കാരടുത്തിട്ട് കൈ വറയ്ക്കവൻ. ഹലോ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ. മെക്ക എന്ന് വരെ പറഞ്ഞൂടാ, നോക്കണം. ഇന്ന് വരേണ്ടതാണ്, ഇന്നല്ലെങ്കിൽ നാളെ വരും. എന്താ അത് വന്നില്ല. ഇതാരാ ഈ പണക്കാരൻ? ഹലോ എല്ലാം റിച്ചാണോ നിങ്ങള്? ജിഞ്ചാക്കടി. എടി നിന്റെ അനുയായികളൊക്കെ എന്ത് ചെയ്യാ അലീന? ആരെയും കണ്ടില്ലല്ലോ. ചന്ദ്ര ഒരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്ക്. ഓ സീരിയസ്. ഹൈ മഴ മാരുതൻ എടി മാരുതൻ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? മാരുതൻ കാറ്റ്. മഴ മാരുതൻ കാറ്റടിക്കുന്നില്ല നിനക്ക്? പിന്നെ മുടിയൊക്കെ ഇളകുന്നുണ്ടല്ലേ കാറ്റടിക്കുന്നത്? നിനക്ക് ആസ്വാദന ശേഷി ഇല്ലെങ്കിൽ മാറിയില്ലേ? ചന്ദ്രൻ അതുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ആസ്വദിക്കുന്നത്. ഓറഞ്ച് മുടിയുള്ള പെണ്ണ് ആരാ? ഓറഞ്ച് മുടിയുള്ള പെണ്ണ് സിറ്റിയിൽ ആരെങ്കിലും കാണും? നീ അവരുടെ നീ എന്തോ സിറ്റിയിലെ ആൾക്കാരെ സർവേ എടുക്കാൻ നടക്കണം. അവളോട് ചന്ദ്രൻ പോയി പറഞ്ഞേക്കുന്നു അലീന എന്റെ എക്സ് ആണ്, മോനെ ഞാൻ എടുത്തു വളർത്തിയതാണ്. അതെ, മോനെ ഞാൻ എടുത്തു വളർത്തിയെന്ന് എല്ലായിടത്തും പറയാറുണ്ട്. അലീന എക്സ് ആണെന്ന് ഞാൻ ഇവിടത്തെ എക്സ്ലാൻഡിസിലെ പുൽനാമ്പുകൾക്ക് പോലും അറിയാം അലീനും ചന്ദ്രനും പ്രണയത്തിലാണെന്ന്. പക്ഷെ ആ കുട്ടിക്ക് അറിഞ്ഞൂടല്ലോ, എനിക്ക് തിരുത്തണം. എന്തിയാ കൊച്ച്? ആ കൊച്ചു എവിടെ? എനിക്കറിയാടി. ഇത് എന്റെ ഈ ഇടത്തെ പോക്കറ്റിനകത്തുണ്ടായിരുന്നു ഇത്രയും നേരം. സിറ്റിയിൽ ഓറഞ്ച് മുടിയുള്ള കുട്ടി ഏതാ?
ഓറഞ്ച് മുടിയോ? അതല്ല എന്റെ അടുത്ത്, ഞാൻ അങ്ങനെ സ്ത്രീലെ പഠനമല്ല. അതാണ് എവിടെ പറഞ്ഞ് മനസ്സിലായിക്കൂട്. ചന്ദ്ര, പക്ഷെ നമ്മൾ അറിഞ്ഞ് ബാക്കി പെമ്പിള്ളേരൊക്കെ വണ്ടി കയറ്റിക്കൊണ്ടൊക്കെ ഇറങ്ങുന്നത്. ഞാൻ അല്ല ഈ ഇഷികയ്ക്ക് ഓടിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ഓടിക്കണ. ചന്ദ്ര എനിക്കൊന്ന് വണ്ടി കൊണ്ടുവന്ന് കാണിച്ചു തരാമോ ചന്ദ്രൻ? ഓ പിന്നെ ഞാൻ മാത്രല്ലടാ, വേറൊരാളും കൂടി ഉണ്ടായിരുന്നു വണ്ടിയിൽ. വേറെ ചെക്കനും വേണമെന്ന് പറഞ്ഞപ്പോ അലീന ഉപദ്രവിച്ചോ ചന്ദ്ര? അലീന ഉപദ്രവിച്ചോ ചന്ദ്ര? ആര്? അലീന എന്നെയാ? അല്ല, എന്നെ അവളെ ഉപദ്രവിക്കണെങ്കിലേ അവളെ മുട്ടുകാരി ചവിട്ടി ഓടിക്കുമല്ലോ ഞാൻ. ഈ പ്യാരി ഉണ്ടല്ലോ, പ്യാരി എരികേറ്റിയതാ. പ്യാരി, അതെ അതെ, നീ പോയി വിഗ് വെച്ചിട്ട് വാ, നിനക്ക് വണ്ടി ഓടിക്കാൻ തരും ചന്ദ്രൻ. ഇവൻ ഓൾറെഡി ഹെയർ ഉണ്ട്. അല്ല ചന്ദ്ര, അല്ല ഞാൻ സ്ട്രൈറ്റ് അല്ല. എന്തൊക്കെയാടാ പറയുന്നേ? നമ്മളെ വണ്ടി അതായത് എലീന പറയാ, പ്യാരി മീൻസ് ചന്ദ്രൻ മീൻസ് നിങ്ങൾ ഗേൾസിന് മാത്രമേ വണ്ടി കൊടുക്കത്തുള്ളൂ. അതുപോലെ എനിക്ക് എന്തായാലും ചന്ദ്രൻ ഒരു സ്ത്രീലമ്പടനാണെന്നൊക്കെ ആര് പറഞ്ഞു? അങ്ങനെ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ പറഞ്ഞാണ്. നീ ആണടി പറഞ്ഞത് ഞാൻ ശ്രീലമ്പടൻ? നിന്റെ തന്റെ ജോണ് ശ്രീലമ്പടൻ. ഞാൻ അലീന. എലീന പറഞ്ഞ വേറെ ആളുണ്ട്. സോറി, എനിക്ക് പേര് ഓർമ്മ. ചേട്ടാ, ഇങ്ങനെ ഒരു പെൺകൊച്ചിനെ അടിക്കുന്നത് വളരെ മോശമാണ്. ആണല്ലേ? അല്ലേ നീ തിരിച്ചടിച്ചോ? അല്ലെ നീ തിരിച്ചടിച്ചോ? ഓങ്ങി 1.5 കിൻഡൽ അടി. ആയി ചേട്ടാ, സുഖല്ലേ? എന്തൊക്കെയാണ് വിശേഷം? സംഭവം നമ്മളെന്താ പറഞ്ഞു തന്നത്? നിന്റെ ഫേസ്ബുക്കല്ലേ? ആദ്യമൊക്കെ വിഷമം കാണും, പിന്നെ ശരിയാവും. നീ മുതുക്കിലെടുത്തിട്ട് അടിച്ചതേ ടിവിന്റെ കോഹീറിനെ. ഇതിന്റെ പിള്ളേരെല്ലാം അറിഞ്ഞോണ്ടല്ല നിന്നെ കൊന്ന് ഈ കായലല്ല ഈ കടലറി കട്ടറി. ഒരു പെങ്കൊച്ചിന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അവളെന്നെ അടിച്ച് അവളെനിക്ക് ചിമ്മിട്ടിന്റെ അടിയെന്ന് എന്റെ വായിൽ മണ്ണ് കയറിയപ്പോ കുട്ടിയൊന്നും പറഞ്ഞില്ലല്ലോ, മണലേറിയപ്പോ. ഒരു 1.5 കിൻഡൽ അടി കിട്ടി, വായിൽ മണലേറിയപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ കുട്ടി. അടിച്ചോന്ന് പറഞ്ഞോണ്ടല്ലേ കൊച്ചടിച്ചേ. ശരി, നിന്നെ ഒന്നൂടെ അടി. നിങ്ങൾ അടിക്കും, ഞാൻ മറക്കട്ടെ, എനിക്ക് അടിയോലാൻ പോയി. നോക്കിയത് കാണാം. നിങ്ങളടി മെക്കയും മറ്റൊക്കെ ഓടിക്കാം. നിങ്ങളൊരു സമാധാനം താടാ. അല്ല, ഞാൻ എന്റെ വണ്ടി രണ്ടുപേരും കൊടുത്തു വിട്ടില്ല. അവന്മാർ ആരായിരുന്നു?